തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിൽ രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിക്കുന്ന ഒരു ഫ്ലെക്സ് നാടകം അരങ്ങേറിയിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് മുതലെടുക്കാനായി CPIM നേതാവ് നടത്തിയ നീക്കം ഒടുവിൽ CCTV ക്യാമറയുടെ സഹായത്തോടെ കൈയോടെ പിടിക്കപ്പെട്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് അനുകൂലമായി സേവ് കോൺഗ്രസ് എന്ന പേരിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച CPIM നേതാവ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആരും കാണാതെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. KC വേണുഗോപാലിന്റെ ചിത്രം സഹിതം KC നയിക്കട്ടെ എന്നെഴുതിയ ബോർഡായിരുന്നു അത്. കോൺഗ്രസിനുള്ളിൽ KCക്കെതിരെ പടയൊരുക്കം നടക്കുന്നു എന്ന ധാരണ പരത്തുകയായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. CPIM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും പട്ടിലങ്ങാടി ബ്ലോക്ക് മെമ്പറുടെ ഭർത്താവുമായ അരവശ്ശേരി മുഹമ്മദാണ് ഈ വിവാദ നീക്കത്തിന് പിന്നിലെന്ന് പിന്നീട് വ്യക്തമായി. രാത്രിയുടെ മറവിൽ അതീവ രഹസ്യമായാണ് ബോർഡ് സ്ഥാപിച്ചതെങ്കിലും അടുത്തുള്ള CCTV ക്യാമറയിൽ ഇദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞിരുന്നു. ബോർഡ് സ്ഥാപിച്ചതിന് പിന്നാലെ അടുത്ത ദിവസം രാവിലെ തന്നെ മുഹമ്മദ് ഇത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്നാൽ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് സംശയം തോന്നിയതോടെയാണ് അന്വേഷണം തുടങ്ങിയത്. പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള കെട്ടിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നാടിനെ ഞെട്ടിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. രാത്രി ഏറെ വൈകി മുഹമ്മദ് ബോർഡുമായി വരുന്നതും അത് സ്ഥാപിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ ഭരണകക്ഷി നേതാവ് തന്നെ ഇത്തരമൊരു മാർഗം സ്വീകരിച്ചത് വലിയ ചർച്ചയായി. സംഭവം പുറത്തറിഞ്ഞതോടെ UDF മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോൺഗ്രസിലെ ഐക്യം തകർക്കാൻ CPIM നേതാക്കൾ നടത്തുന്ന ഇത്തരം കുൽസിത പ്രവൃത്തികൾ ജനാധിപത്യത്തിന് നിരക്കാത്തതാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇത് മുഹമ്മദിന്റെ മാത്രം ബുദ്ധിയല്ലെന്നും CPIM ലോക്കൽ ഏരിയ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും അവർ പറഞ്ഞു. വിഷയത്തിൽ UDF മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ തെളിവായി നൽകിയതോടെ പോലീസിനും കൃത്യമായ അന്വേഷണം നടത്തേണ്ടി വന്നു. രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് UDFന്റെ ആവശ്യം. വാടാനപ്പള്ളി ടൗണിൽ UDFന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. CPIM നേതാവിന്റെ തരം താണ രാഷ്ട്രീയ കളിക്കെതിരെ നൂറുകണക്കിന് പ്രവർത്തകർ തെരുവിലിറങ്ങി. ഭരണത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരമാണ് ഇതിന് പിന്നിലെന്ന് പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കി. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ CPIM ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിരോധ പാർട്ടി നേതാവ് തന്നെ രാത്രിയുടെ മറവിൽ ബോർഡ് വയ്ക്കാൻ പോയത് അണികൾക്കിടയിലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തൃശൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ ഫ്ലെക്സ് വിവാദം വരും ദിവസങ്ങളിലും സജീവ ചർച്ചയായി നിലനിൽക്കുമെന്ന് ഉറപ്പാണ്.